നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഇന്ന് എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനായി മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ തെരച്ചിൽ ലോറിയിൽ ഉപയോഗിക്കുന്ന ജാക്കി കണ്ടെത്തി. ഇത് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെ തന്നെയാണെന്ന് ലോറി ഉടമ മനാഫ് പറഞ്ഞു. ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിൽ നടത്തും. അതേസമയം ഇന്ന് SDRF, NDRF അംഗങ്ങളെ എത്തിച്ചുകൊണ്ട് വിപുലമായ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അർജുനായുള്ള തെരച്ചിലിൽ ഇന്ന് നാവികസേന പങ്കെടുക്കുമെന്ന് അറിയിപ്പ്. കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ തെരച്ചിലിന് സഹായം നൽകും. നാവികസേനാംഗങ്ങൾക്ക് സഹായവുമായിട്ടായിരിക്കും കരസേനയുടെ ചെറു ഹെലികോപ്റ്റർ എത്തുക. പുഴയുടെ തെരച്ചിൽ ദൗത്യത്തിന് നിലവിൽ കരസേനയെ നിയോഗിച്ചിട്ടില്ല. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ദുരന്ത നിവാരണ മാർഗരേഖ കൊണ്ടുവരണമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പറഞ്ഞു. നിലവിൽ വൻകിട പദ്ധതികൾക്ക് മാത്രമാണ് ദുരന്ത നിവാരണ മാർഗരേഖ നിർബന്ധമുള്ളത്. ഇത് പരിഷ്കരിച്ച് നഗരവികസനത്തിനും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ, അന്താരാഷ്ട്ര വ്യാപാര വ്യവസായ വകുപ്പ് ഡയറക്ടർ SC കരോൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതികളുടെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ ദുരന്തബാധിതർക്കുള്ള അടിയന്തര സഹായമായ 10,000 രൂപ ഇന്നലെ മുതൽ നൽകി തുടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. അക്കൗണ്ട് നമ്പറുകൾ നൽകിയവർക്കാണ് തുക നൽകിയതെന്ന് എത്ര പേർക്ക് ഇതുവരെ നൽകിയെന്നതിന് കണക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. ആഗസ്റ്റ് 20-നുള്ളിൽ ദുരന്തബാധിതരെ വാടക വീടുകളിലേക്ക് മാറ്റാമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ സംഭാവന 100 കോടി രൂപ കടന്നു. 2 ആഴ്ചക്കിടെ 110.55 ലക്ഷം കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. വയനാടിന് ആശ്വാസമേകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ സംഭാവന നൽകി വരികയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി പോത്തുകല്ല് ചാലിയാർ തെരച്ചിലിന് പോയ 14 അംഗ സംഘം പെട്ടെന്നുള്ള കനത്ത മഴയെ തുടർന്ന് പരപ്പൻപാറയിലെ വനമേഖലയിൽ കുടുങ്ങി. കനത്ത മഴയെ തുടർന്ന് പുഴയിലെ വെള്ളം കുത്തിയൊഴുക്ക് കൂടിയതോടെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെന്ന് SDPI പ്രവർത്തകരായ 14 അംഗ സംഘം വാട്സപ്പ് സന്ദേശത്തിലൂടെ അറിയിക്കുകയായിരുന്നു. വനമേഖലയോട് ചേർന്നുള്ള പുഴയുടെ അക്കരെയുള്ള ഒരു കാപ്പിത്തോട്ടത്തിൽ രാത്രി കഴിച്ചുകൂട്ടുകയാണെന്നും സുരക്ഷിതരാണെന്നും ഇന്ന് രാവിലെ തിരിച്ചെത്തിക്കാൻ ആവശ്യമായ സഹായം ചെയ്യണമെന്നുമാണ് കുടുങ്ങിയവർ അറിയിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 2 കോടി രൂപ നൽകാൻ സഹാറ ഗ്രൂപ്പിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഉപഭോക്തൃ കേസിൽ കോടതി വിധി പാലിക്കാത്തതിലുള്ള പിഴത്തുക കൈമാറാനാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നും നിർദ്ദേശിച്ചു. 6 തവണ അവസരം നൽകിയിട്ടും ഉത്തരവ് പാലിക്കാത്തതിനാലാണ് സഹാറ ഗ്രൂപ്പിന് 2 കോടി രൂപ പിഴ ചുമത്തിയത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് 100 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത്. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ പദ്ധതിയിലൂടെ സഹായം ലഭിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ 5 സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. ഇതിലേക്കായി 18 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ദില്ലി എന്നിവിടങ്ങളിലെ തിയേറ്ററുകളിലാണ് കേരള സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. നഗരകേന്ദ്രങ്ങളിലെ 100 തിയേറ്ററുകളിലാണ് 1.5 മിനിറ്റുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്നത്. സെക്രട്ടറിമാർ ഉൾപ്പെടെ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നത്. പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഖജനാവിലെ പണം ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിൻ്റെ നടപടി മനസ്സാക്ഷിയില്ലായ്മയെന്ന് K. സുധാകരൻ MP പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരെ പരിഹസിക്കുന്ന നടപടിയാണ് തിയേറ്റർ പരസ്യത്തിലൂടെ സർക്കാർ ചെയ്യുന്നത്. ആ തുകയെല്ലാം വയനാട് ജനതയുടെ പുനരധിവാസത്തിന് നീക്കിവെക്കാനുള്ള മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പോലീസ് സേനാംഗങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ പ്രഖ്യാപിച്ചു. 267 പേർക്കാണ് ഇത്തവണ പോലീസ് മെഡൽ. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, സൈബർ ഡിവിഷൻ SP ഹരിശങ്കർ എന്നിവർക്കാണ് പോലീസ് മെഡലിന് അർഹരായ 2 IPS ഉദ്യോഗസ്ഥർ.
പുത്തുമലയിൽ ഭൂമി നഷ്ടപ്പെട്ട 7 കുടുംബങ്ങൾ വഴിയാധാരമായെന്ന വാർത്തയിൽ ഇടപെടലുമായി റവന്യൂ മന്ത്രി കെ രാജൻ. ഇത് പ്രത്യേക കേസായി പരിഗണിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഉടൻ വാങ്ങി തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായി 5 വർഷം കഴിഞ്ഞിട്ടും വാടക വീടുകളിൽ കഴിയുകയാണ് കുടുംബാംഗങ്ങൾ. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്തതിന് ശിക്ഷയായി ജീവനക്കാരെ കൊണ്ട് അടൂർ ട്രാഫിക് പോലീസ് ഇമ്പോസിഷൻ എഴുതിപ്പിച്ചു. പത്തനംതിട്ട ചവറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്കായിരുന്നു ശിക്ഷ. കുട്ടികളെ ബസ്സിൽ കയറ്റാതിരിക്കുകയോ മനഃപൂർവ്വമായി ഇറക്കിവിടുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്യില്ല എന്ന് 100 തവണ എഴുതിപ്പിച്ചു. ഇനി ഇത്തരത്തിൽ ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന താക്കീത് നൽകിയാണ് ട്രാഫിക് എസ് ഐ ഇവരെ വിട്ടയച്ചത്. ആലപ്പുഴയിലെ നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യുവതിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർണായക മൊഴി പോലീസിന് ലഭിച്ചു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കുഞ്ഞു ജനിക്കുമ്പോൾ കരഞ്ഞിരുന്നുവെന്നും യുവതി ഡോക്ടറോട് പറഞ്ഞിരുന്നുവെന്നുമാണ് വിവരം. അതേസമയം പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകി. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാവും. ചികിത്സയിലുള്ള യുവതി ആശുപത്രി വിട്ട ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പണി പൂർത്തിയാകാത്ത റോഡിൽ ടോൾ നൽകേണ്ടി വന്ന യാത്രക്കാരന് നഷ്ടപരിഹാരം നൽകാനുള്ള ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്ന പാലിയേക്കര ടോൾ പ്ലാസ അധികൃതർക്കെതിരെ വാറണ്ട്. തൃശൂർ സ്വദേശി ജോർജ് തട്ടിൽ സമർപ്പിച്ച ഹർജിയിൽ തൃശൂർ ഉപഭോക്തൃ കോടതിയിലാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി മാനേജിംഗ് ഡയറക്ടർക്കും എറണാകുളത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിനുമെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചത്. കാട്ടിൽ കയറി മദ്യം ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ ഫോറസ്റ്റ് വാച്ചറെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച 3 പേരെ സുൽത്താൻ ബത്തേരി പോലീസ് പിടികൂടി. ചീരാൽ രവീന്ദ്രൻ, കല്ലൂർ രാജൻ, കല്ലൂർ പ്രകാശൻ എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് കേസിനാസ്പദമായ സംഭവം. എറണാകുളം കടമക്കുടിയിൽ 54 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലം പണി വിവാദത്തിൽ. അപ്രോച്ച് റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്ത് നിന്ന് മാറി പാലം പണിത് ഇറക്കിയതോടെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് നാട്ടുകാർ എത്തിയിരിക്കുന്നത്. ഇനി പാലം നിലത്ത് തൊടാൻ വീണ്ടും പണം മുടക്കി പുതിയ സ്ഥലത്ത് ഏറ്റെടുക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങളെന്നാണ് വിവരം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.